അല്പസമയം ദൈവവചനത്തിൻ്റെ മുമ്പാകെ നമ്മളായിരിക്കാനായിട്ട് പോകുകയാണ്. We're going to take some time to go through the scriptures. Psalm 61 verse 2 നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി നമുക്ക് വായിക്കാം. സങ്കീർത്തനം 61 രണ്ടാം വാക്യം. മതി. ഇവിടെ സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത്, എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും, എനിക്ക് അത്യുന്നതമായ പാറയെങ്കിലേക്ക് എന്നെ നടത്തണമേ. Reading the verse, Psalm 61 verse 2, from the end of the earth I will cry to you when my heart is overwhelmed. Lead me to the rock that is higher than I. ഇവിടെ എന്താണ് ഈ സങ്കീർത്തനക്കാരൻ നമ്മെ ഓർപ്പിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സങ്കീർത്തനക്കാരൻ്റെ ഹൃദയവും ക്ഷീണിക്കുവാനായിട്ടിടയായി. So what is the psalmist trying to speak to us? He's talking of a situation where his heart is overwhelmed and he's tired. തൻ്റെ ഹൃദയം ക്ഷീണിച്ചപ്പോൾ താൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുകയാണ്. And we can see that when his heart is overwhelmed, now he's calling out to God from the ends of the earth. നമ്മൾ ഈ വായിച്ച വാക്യം മറ്റുള്ള ചില ട്രാൻസ്ലേഷൻസ് ഒക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഐ ഫീൽ ഹോപ്പ്ലെസ് എന്നാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. മറ്റു ചില തർജ്ജമകളിൽ പറയുന്നത് എനിക്ക് പ്രത്യാശ ഇല്ലാത്ത ഒരു അനുഭവത്തിൽ നിൽക്കുന്നതായിട്ടാണ്. അപ്പോൾ പ്രാർത്ഥനയുടെ ഒരു പശ്ചാത്തലമുള്ള ഒരു സങ്കീർത്തനമാണ് നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി അതിൻ്റെ ഒരു ഭാഗം നമ്മൾ ഇന്ന് രാവിലെ സമയം വായിച്ചത്. And the Psalms that we took has a background of prayer in it. അപ്പം നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ജീവിതത്തിൽ കടന്നു വരും. We will experience situations in our life where we would need a lot of prayer. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ മനുഷ്യരായതുകൊണ്ട് ചെറിയതും വലുതുമായ ഒട്ടനവധി പ്രശ്നങ്ങളുമായിട്ട് നമ്മൾ മല്ലടിക്കേണ്ടതായിട്ട് വരും. And since we are humans that live in this world, it is very possible and very likely that on a day-to-day basis we will face challenges that is small and great. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല വിധത്തിലുള്ള പ്രശ്നങ്ങളെ നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. Also it's possible that we'll have to face various kinds of troubles in our day-to-day life. ഒറ്റയ്ക്ക് അതിന്റെ മുമ്പിൽ നമ്മൾ നിൽക്കേണ്ടതായിട്ട് വരും. Sometimes we'll have to stand alone in front of such troubles and challenges. അപ്പോൾ ഇതിനപ്പുറത്ത് നമുക്ക് ആർക്കും പറയുവാൻ കഴിയാത്തതായിട്ടുള്ള ഓരോരോ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നേ കൊണ്ടേയിരിക്കും. And it is also possible that we may face greater challenges in our day-to-day life. ഒരുപക്ഷേ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന രോഗമായിരിക്കാം. Maybe it could be the sickness that we face in our life. അല്ലെങ്കിൽ ചില വ്യക്തികളുടെ സ്വഭാവത്തിൽ നിന്ന് ഉണ്ടാകുന്ന സാഹചര്യങ്ങളായിരിക്കാം. Maybe it can be the hurts that we receive from other people. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ അലട്ടുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം. Maybe it be other situations that trouble us. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ ആശങ്കപ്പെടുത്തുന്ന ഏതെങ്കിലും വിഷയമായിരിക്കാം. Or it could be something that leads us to confusion in our life. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ജീവിതത്തെ ക്ഷീണിപ്പിക്കുന്നതാണ്. And all of these things can cause us to be overwhelmed and cause us to be tired in our life. അപ്പോൾ ഇങ്ങനെ ഒരു ഹോപ്പ്ലെസ് സിറ്റുവേഷനിലായിരുന്ന സങ്കീർത്തനക്കാരൻ പറയുകയാണ്. So now the psalmist who is in a similar situation, this is what he's uttering over here. ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. And this is what he's saying, from the end of the earth I will call unto you. അപ്പോൾ ഇന്ന് രാവിലെ സമയം നമ്മൾ മനസ്സിലാക്കേണ്ടത്, so today morning what should we understand from this? നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതിസന്ധിയെ നമുക്ക് കൈകാര്യം ചെയ്യുവാനായിട്ട് കഴിയുന്ന ഏറ്റവും നല്ല മാർഗം എന്തെന്ന് ചോദിച്ചാൽ, so if you ask what is the best way to deal with all of the troubles and challenges that come across our life, നമ്മുടെ പ്രശ്നങ്ങളുടെ നടുവിൽ നമ്മൾ ദൈവസന്നിധിയിൽ കഴിക്കുന്ന പ്രാർത്ഥനയാണ് അതിന് പരിഹാരം. And the greatest solution in the midst of such challenges that we have a prayer in midst of those challenges and difficulties.
എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ, and when my heart is overwhelmed, ഇവിടെ സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കും, ഞാൻ എന്തെങ്കിലും സാഹസങ്ങൾ എൻ്റെ ജീവിതത്തിൽ വെച്ച് കളയും, അല്ലെങ്കിൽ സാഹസങ്ങൾ ഞാൻ കാണിക്കുമെന്നല്ല സങ്കീർത്തനക്കാരൻ ഇവിടെ the പറഞ്ഞിരിക്കുന്നത്. psalmist does not take the path of saying that I will try out my own skills and approach when there are troubles in my life. ഞാൻ ജീവിതത്തിൽ ഹോപ്പ്ലെസ് ആകുമ്പോൾ എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഞാൻ കാട്ടിക്കൂട്ടുമെന്നല്ല ഇവിടെ സങ്കീർത്തനക്കാരൻ The പറഞ്ഞിരിക്കുന്നത്. psalmist doesn't say when I face challenges of a life I will try to prepare my own plans. ഞാൻ പ്രതിസന്ധിക്കകത്തേക്ക് ഞാൻ പോകുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്തു നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കുമെന്നാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്. But rather psalmist is saying is in midst of challenges and difficulties what I will do is I will call out to God from the ends of the earth. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ ആകെ പ്രശ്നകലുഷിതമാക്കുന്ന സാഹചര്യങ്ങളിൽ, I mean, so in midst of circumstances that cause us to experience trouble in our life, രക്ഷപ്പെടുവാൻ നിങ്ങളെ സഹായിക്കുന്ന ഏറ്റവും ബെസ്റ്റ് മാർഗം എന്തെന്ന് ചോദിച്ചാൽ, and if you ask me what is the best way to get out of those kind of troubles and challenges, നമ്മുടെ പ്രാർത്ഥന മുറിയിലേക്ക് നമ്മൾ കയറുക. I mean, the one thing that we need to do is go into our prayer room. Praise God, hallelujah. ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ആരാണ് നിലവിളിക്കാത്തത്? I mean, when there is troubles in our life, who among us humans is there that does not raise their voice out and cry? എല്ലാവർക്കും കരയുക എന്നുള്ള ഒരു ഫീലിംഗ് എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. I mean, everyone has the emotion to cry in midst of challenges. എന്നാൽ ഒരു ആത്മീകൻ തന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രശ്നങ്ങളെ അല്ലെങ്കിൽ ആ കരച്ചിലിനെ പ്രാർത്ഥന മുറിക്കകത്ത് കൈകാര്യം ചെയ്യുമെന്നാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. But what we can see from the scripture is that a spiritual man, godly man, he goes into the prayer room in midst of the challenges. ഞാൻ ജീവിതത്തിൽ ക്ഷീണിക്കുമ്പോൾ, ഞാൻ ജീവിതത്തിൽ ഹോപ്പ്ലെസ് ആയി തീരുമ്പോൾ, ഹല്ലേലൂയ, സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഞാൻ എൻ്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും. So now what the psalmist is saying is when I experience hopeless situations in my life, I will call unto God. ഈ 61-ാം സങ്കീർത്തനത്തിന്റെ പശ്ചാത്തലം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, I mean, when we study the background of the Psalm 61, ദാവീദിന്റെ മകനായ അബ്സലോമിന്റെ സന്നിധിയിൽ നിന്ന് ദാവീദ് സിംഹാസനത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. the background we understand is that David is running away from his son Absalom now who tries to take over the throne of David. അപ്പോൾ സിംഹാസനത്തിലിരുന്ന ദാവീദും അതിൽ നിന്നും ഹല്ലേലൂയ സിംഹാസനം നഷ്ടപ്പെട്ട് താൻ ഓടിപ്പോകുന്ന ഒരു സന്ദർഭമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. So this psalm is written when David is running away from his own son. ഈ സാഹചര്യത്തിലാണ് ഈ 61-ാം സങ്കീർത്തനം ദാവീദ് എഴുതിയിരിക്കുന്നത്. And this is the background behind the Psalms. അപ്പോൾ ഇത് നമ്മൾ നോക്കുമ്പോൾ ജീവിതത്തിൽ ഏറ്റവും വൈഷമ്യമേറിയ വിഷമമേറിയ ഒരു ഹല്ലേലൂയ കാര്യമാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. And when we look at this situation we can see it's a very troublesome and sorrowful situation that David is experiencing. സ്വന്തം മകൻ അപ്പനെ പുറത്താക്കുന്നു. I mean the son is kicking his father out from the rule. സ്വന്തം മകനെ പേടിച്ച് അപ്പൻ നാട് വിട്ടു പോകുന്നു. I mean being fearful of his own son, the father has to run away from his hometown. അപ്പോൾ ഹൃദയം തകരുവാൻ, ക്ഷീണിക്കുവാൻ ഇതിൽ പരം ഹല്ലേലൂയ എന്തൊരു പശ്ചാത്തലമാണ് അത് വേണ്ടത്? I mean, what more valid reason is there for a person to be faint? അപ്പോൾ ജീവിതത്തിൽ കടന്നു വരുന്ന കഷ്ടത, മാനുഷികാവസ്ഥ, ഇതെല്ലാം നമ്മുടെ ഹൃദയത്തെ ക്ഷീണിപ്പിക്കുന്നതാണെന്ന് രാവിലെ സമയം നമ്മൾ മനസ്സിലാക്കണം. So we all should understand that all of the troubles and challenges in our life causes our heart to be faint and weak. അപ്പോൾ തന്റെ ഹൃദയം അത്യന്തം ക്ഷീണിക്കുകയും താൻ ജീവിതത്തിൽ ഭയമുള്ളവനായി തീരുകയും ക്ഷീണാവസ്ഥയിലൊക്കെയും ആയിരുന്നതായിട്ടുള്ള സമയത്ത് സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുകയാണ്, ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. And so the psalmist over here is saying when my situations are really tough on me and through the troubles and challenges and when my heart goes weak, I will call unto God. 31-ാം സങ്കീർത്തനം അതിന്റെ 10-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, when we read Psalms 31 verse 10, അവിടെ സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുകയാണ്, this is what he is mentioning there. എന്റെ ആയുസ് ദുഃഖം കൊണ്ടും
എന്റെ സംവത്സരങ്ങൾ നെടുവീർപ്പ് കൊണ്ടും കഴിഞ്ഞു പോയിരിക്കുന്നു. For my life is spent with grief and my years with sighing. എന്റെ അകൃത്യ നിമിത്തം എന്റെ ബലം ക്ഷീണിച്ചും എന്റെ അസ്ഥികൾ ക്ഷയിച്ചുമിരിക്കുന്നു. My strength fails because of my iniquity and my bones waste away. ഇവിടെ സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ദുഃഖം കൊണ്ട് തന്റെ ഹൃദയം നിറഞ്ഞിരിക്കുന്നു. I mean, we can see that the psalmist over here is saying is that my heart is filled with grief. സംവത്സരങ്ങൾ തന്റെ നെടുവീർപ്പ് കൊണ്ട് താൻ കഴിക്കുകയാണ്. And my years are also filled with sighing. അകൃത്യ നിമിത്തം ക്ഷീണിച്ചിരിക്കുകയാണ്. As a result of iniquity, his strength fails. ഇവിടെ സങ്കീർത്തനക്കാരന്റെ അസ്ഥികൾ ക്ഷയിച്ചിരിക്കുകയാണ്. And at the same time, his bones also start wasting away. ഇതെല്ലാം ഒരു മനുഷ്യനെ തകർത്ത് കളയുന്ന സംഗതിയാണ്. And all of these things cause a man to be weak in his life. 119 സങ്കീർത്തനം അതിന്റെ 82ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, When we read Psalms 119 verse 82, എപ്പോൾ നീ എന്നെ ആശ്വസിപ്പിക്കുമെന്ന് വെച്ച് എന്റെ കണ്ണ് നിന്റെ വാഗ്ദാനം കാത്ത് ക്ഷീണിക്കുന്നു. the word of God says, my eyes fail from searching your word, saying, when will you comfort me? അപ്പോൾ ഇവിടെ ഈ വായിച്ച ദൈവവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, This is what we can understand from the scripture that we read. സങ്കീർത്തനക്കാരന്റെ ജീവിതത്തിൽ വാഗ്ദത്തങ്ങളുണ്ട്. There are promises the psalmist has. ആലോചനകൾ തന്റെ ജീവിതത്തിലുണ്ട്. I mean, he has a word of God in his life, പക്ഷേ അത് ഒന്നും അങ്ങോട്ട് വെളിപ്പെടുന്നില്ല. but none of them is coming to fulfillment or to coming to pass. വിണ്ടുകീറി കിടക്കുന്ന ഒരു ഭൂമിയിൽ മഴ പെയ്യുന്നത് പോലെ, I mean, just as rain would fall into a parched land, മഴ പെയ്തപ്പോൾ അവിടെ ചില വ്യത്യാസങ്ങൾ വന്ന് സംഭവിക്കുകയാണ്. I mean, when the rain falls, there's going to be a change in that land. എന്താണ് ഇവിടെ സംഭവിച്ചെന്ന് ചോദിച്ചാൽ, So if you ask what happened over here, ഇതുപോലെയുള്ള ഒരു തകർന്ന സാഹചര്യത്തിൽ, I mean, when there is a broken situation, വാഗ്ദത്തം ജീവിതത്തിൽ വന്നു വീണപ്പോൾ വലിയ ആശ്വാസമായി. I mean, having the promise of God coming in that tough moment is a great comfort. പക്ഷേ ആ വാഗ്ദത്തം ഇപ്പോൾ വെളിപ്പെടുന്നില്ല. But now at this point, the promise is not coming to fulfillment. അതിന് നിവൃത്തി ഉണ്ടാകുന്നില്ല. I mean, we don't see the promises come to pass in our life. അപ്പോൾ ഇവിടെ സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത്, I mean, this is what the psalmist is saying. എന്റെ കണ്ണ് നിന്റെ വാഗ്ദാനം കാത്തു ക്ഷീണിക്കുന്നു. I mean, the psalmist is saying is my eyes look towards the promise, and now I'm getting tired. അപ്പോൾ ഒരുപാട് ദൂത് ജീവിതത്തിൽ കേട്ടിട്ടുണ്ട്. I mean, he has heard a lot of promises from God. എന്നാൽ ഈ വാഗ്ദത്തങ്ങൾ ജീവിതത്തിൽ നിറവേറാഞ്ഞതുകൊണ്ട് താൻ ഒരു ക്ഷീണത്തിന്റെ അവസ്ഥയിൽ കൂടെ താൻ കടന്നു പോകുകയാണ്. And now because these promises are not coming to pass, now he's growing weak in his faith. 119 സങ്കീർത്തനം അതിന്റെ 123ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, When we read Psalms 119 verse 123, എന്റെ കണ്ണ് നിന്റെ രക്ഷയും നിന്റെ നീതിയുടെ വചനത്തെയും കാത്തിരുന്ന് ക്ഷീണിക്കുന്നു. my eyes fail from seeking your salvation and your righteous word. ചിലരുടെയൊക്കെയും ജീവിതം നമ്മൾ പരിശോധിച്ചാൽ, When we study the lives of certain people, അവർക്കുണ്ടാകുന്നതായിട്ടുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരു ദൈവ ശബ്ദം കേൾക്കുവാൻ വളരെ ആഗ്രഹമാണ്. I mean, in midst of their challenges, they wait on the word of the Lord. പക്ഷേ ഇവരെ ആഗ്രഹിക്കുന്നതായിട്ടുള്ള സന്ദർഭങ്ങളിൽ ദൈവ ശബ്ദം കേൾക്കുവാനായിട്ട് അവർക്ക് കഴിയുന്നില്ല. And it is possible that when they are trying to wait on the word of the Lord, they are not able to hear the word of God. ദൈവം ഇവിടെ മൗനമായിരിക്കുകയാണ്. And we see as though God is silent in such a circumstance. നിർബന്ധമായിട്ടും ഒരു ദൈവ പൈതൽ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നവരായിരിക്കണം. I mean, the children of God should be people that are disciplined and regular in hearing the voice of God. എങ്കിൽ മാത്രമേ നമ്മുടെ കാലുകളെടുത്ത് നമുക്ക് മുന്നോട്ട് വെക്കുവാനായിട്ട് And കഴിയത്തുള്ളൂ. only when we hear the voice of God will we be able to take a step എന്നാൽ forward. ഇവിടെ ദൈവം നിശബ്ദനായിരിക്കുകയാണ്. But right now in this circumstance, we see that God is silent. ദൈവം സംസാരിക്കാതെ ഇരിക്കുകയാണ്. We don't see a voice of God. അപ്പോൾ ഈ സങ്കീർത്തനക്കാരൻ ദൈവത്തോട് ചോദിക്കുകയാണ്, So now psalmist is asking God a question. ദൈവമേ നീ എന്തുകൊണ്ടാണ് മൗനമായിരിക്കുന്നത്? Oh God, why do you remain silent? എന്തുകൊണ്ടാണ് നീ സംസാരിക്കാത്തത്? I mean, why are you not speaking to me? എന്തുകൊണ്ടാണ് നീ ഇടപെടാത്തത്? I mean, why are you not interacting with me? ഇതെല്ലാം രാജാക്കന്മാരുടെയും പ്രവാചകന്മാരുടെയും
ആരുടെയൊക്കെയും ജീവിതത്തെ അസ്വസ്ഥമാക്കിയതായിട്ടുള്ളൊരു കാര്യമാണ് ദൈവം സംസാരിക്കുന്നില്ല. I mean, and this is a situation that has disturbed the kings and the prophets, asking God, you are not speaking to me. എന്നാൽ സെഫന്യാവിന്റെ പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ But when we come to the book of Zephaniah, അവിടെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. this is what it records. ദൈവം തന്റെ സ്നേഹത്തിൽ മിണ്ടാതെ ഇരിക്കുന്നു. I mean, God remains silent in his love. Praise God. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒത്തിരി സ്നേഹം കൂടുമ്പോഴാണ് നമ്മൾ കൂടുതൽ സംസാരിക്കുന്നത്. I mean, often in our lives, we talk a lot more when we are overwhelming in love. നമ്മൾ ആൾക്കാരെ വിളിക്കും, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ, ലഞ്ച് കഴിച്ചോ, ഡിന്നർ കഴിച്ചോ, നിങ്ങൾ ഉറങ്ങിയോ. അപ്പോൾ സ്നേഹം കൂടുമ്പോഴാണ് ഭയങ്കരമായിട്ട് അങ്ങ് സംസാരിക്കുന്നത്. I mean, so it is possible, we are usually people, when we are overwhelmed with love, we talk a lot. അപ്പോൾ ഇവിടെ എന്താണ് സെഫന്യാവിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചത്? What do we read from Zephaniah 3:17? ദൈവം തന്റെ സ്നേഹത്തിൽ മിണ്ടാതെ ഇരിക്കുന്നു. We can see that he is quiet. He is quiet because of his love for you. എന്നാൽ ഈ കാരണങ്ങൾ ഒന്നും കൂടാതെ ദൈവം ജീവിതത്തിൽ മൗനമായിരിക്കും. But God also remains silent even when none of these circumstances exist. 6-ാം സങ്കീർത്തനം അതിന്റെ 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, When we read Psalms chapter 6 verse 7, അവിടെ വീണ്ടും സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. this is what the psalmist mentions over there. എന്റെ സകല വൈരികളും ഏതുവായി ഞാൻ ക്ഷീണിച്ചിരിക്കുന്നു. I mean, I grow tired and weak because of all of my enemies. അപ്പോൾ ശത്രു മണ്ഡലം വലിയൊരു പ്രശ്നമാണ്. So that means if you're surrounded by enemies, then that really affects us. അപ്പോൾ അത് ശത്രുവായവൻ പിന്നാലെ നടന്ന് അലലി തകർക്കുവാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. And now the enemy is chasing and trying to put the person down. ശത്രു നിരന്തരമായിട്ട് പരിഹസിക്കുകയാണ്, നിന്ദിക്കുകയാണ്. The enemy is constantly ridiculing the person. അപ്പോൾ ജീവിതത്തിൽ കടന്നു വരുന്ന ചില മാനസികമായിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തെ ക്ഷീണിപ്പിക്കുന്നതാണ്. So the things that affect us mentally are ones that cause us to be weary and tired in life. 55-ാം സങ്കീർത്തനം 4-5 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, When we read Psalms 55 verse 4 and 5, അവിടെ സങ്കീർത്തനക്കാരൻ വീണ്ടും പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. this is what he mentions over there. എന്റെ ഹൃദയം എന്റെ ഉള്ളിൽ വേദനപ്പെട്ടിരിക്കുന്നു. My heart is severely pained within me, മരണഭീതിയും എന്റെ മേൽ വീണിരിക്കുന്നു. and the terrors of death have fallen upon me. ഭയവും വിറയലും എന്നെ പിടിച്ചിരിക്കുന്നു. Fearfulness and trembling have come upon me, പരിഭ്രമവും എന്നെ മൂടിയിരിക്കുന്നു. and horror has overwhelmed me. ഇത് വല്ലാത്തൊരു സാഹചര്യമാണ്. This is a really desperate and poor situation. അവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, എന്റെ ഹൃദയം എന്റെ ഉള്ളിൽ വേദനപ്പെട്ടിരിക്കുന്നു. And the psalmist over there is saying, my heart is severely pained within me, മരണഭീതിയും എന്റെ മേൽ വീണിരിക്കുന്നു. and the terrors of death have fallen upon me. ഈ മരണഭയം എന്ന് പറയുന്നത് അത് ജീവിതത്തിൽ താങ്ങാൻ കഴിയാത്ത ഒരു കാര്യമാണ്. And the terrors of death are something that really weighs heavy on a person. ചിലർ ഹോസ്പിറ്റലിൽ നിന്ന് കേട്ടാൽ ഭയപ്പെടുന്നു. I mean, some people get fearful as soon as they hear the word hospital. ആംബുലൻസിന്റെ സൗണ്ട് കേട്ടാൽ ഭയപ്പെടുന്നു. Some people have a fear as soon as they hear the ambulance making the sound, the noise. രക്തം കണ്ടാൽ ഫെയിന്റ് ആയിട്ട് താഴെ വീഴുന്നു. And there are people that faint when they see blood. അപ്പോൾ മനുഷ്യനെ ഈ മരണഭയം, ഈ രോഗഭയം എല്ലാം ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. So now we can see there is a fear of sickness that affects humans. ഇതെല്ലാം ഒരു മനുഷ്യന്റെ ജീവിതത്തെ തകർത്ത് കളയുന്ന കാര്യങ്ങളാണ്. I mean, and all of these are things that weaken and destroy a human. ചിലർ ഇരുട്ടിനെ ഭയപ്പെടുന്നു. Some people fear darkness. അപ്പോൾ ഇതെല്ലാം ഹൃദയത്തിൽ നമ്മുടെ ഹൃദയത്തെ ക്ഷീണിപ്പിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. And all of these circumstances and situations are things that weaken a person. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, So when we experience such situations in our life, അപ്പോൾ ഇതിനകത്തെല്ലാം നമ്മൾ ആയിത്തീരുമ്പോൾ നമ്മൾ നീറിപ്പുകഞ്ഞ് നമ്മുടെ ജീവിതം അവസാനിപ്പിക്കേണ്ടവരല്ല. I mean, when we are surrounded by such situations, we should not be people that choose to end our life. നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന എല്ലാ പ്രശ്നങ്ങളെയും നിങ്ങൾക്ക് ഒരുമിച്ച് അത് ചെയ്യുവാനായിട്ട് കഴിയുമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് The word of God is encouraging that whatever be the situation you are going through in your life, you are able to face it. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഒരു ചോദ്യം വരാം, അത് എങ്ങനെ ജീവിതത്തിൽ സാധിക്കും? Then you may be asking a question, how is it possible for me to face such challenges? അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരന്റെ ആരംഭത്തിൽ പറഞ്ഞത്, നിങ്ങളുടെ പ്രശ്നങ്ങളെ നിങ്ങളുടെ
പ്രാർത്ഥന മുറിക്കകത്ത് നിങ്ങൾ കൊണ്ടുവരിക. That is why the psalmist is encouraging us, whatever is be your trouble, take it to your prayer room. ഒരു കൃപാവര പ്രാപ്തന്റെയും അതുപോലെ തന്നെ സഹായമില്ലാതെ നിങ്ങളുടെ പ്രാർത്ഥന മുറിക്കകത്ത് നിങ്ങളുടെ വിഷയങ്ങളെ ദൈവസന്നിധിയിൽ നിരത്തി വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനകത്തൊരു മറുപടി നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുമെന്നുള്ളത് ഇന്ന് രാവിലെ സമയം ദൈവത്തിന്റെ വചനത്തിൽ കൂടെ നിങ്ങളെ ഓർപ്പിക്കുക. I mean, I want to remind you through the word of God, you don't need any specially anointed or gifted people, but rather taking the matter into the prayer room and God will deal with it. 102-ാം സങ്കീർത്തനത്തിൽ നമുക്ക് ഇങ്ങനെ കാണുവാനായിട്ട് കഴിയുന്നു. When we read Psalms 102, ആ 102-ാം സങ്കീർത്തനത്തിന്റെ ഈ ആമുഖം തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, when we look at the title for Psalms 102, അവിടെ സങ്കീർത്തനക്കാരൻ പറയാണ്, യഹോവേ എന്റെ പ്രാർത്ഥന അങ്ങ് കേൾക്കണമേ. I mean, his prayer, verse 1 says, hear my prayer, O Lord, എന്റെ നിലവിളി തിരുസന്നിധിയിൽ വരുമാറാകട്ടെ. and let my cry come up to you. ആ സങ്കീർത്തനത്തിന്റെ തലക്കെട്ടിൽ കാണുവാനായിട്ട് കഴിയുന്നത് ഒരു അരിഷ്ടന്റെ പ്രാർത്ഥന എന്നാണ് കാണുവാനായിട്ട് And കഴിയുന്നത്. when you look at the title that's given to Psalms, it says a prayer of an afflicted one. അവൻ ദൈവസന്നിധിയിൽ തന്റെ സങ്കടത്തെ താൻ പകരുകയാണ്. And so you can see that he's pouring out his heart before the presence of God. അപ്പോൾ അവൻ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് അവന്റെ സങ്കടത്തെ ദൈവസന്നിധിയിൽ ഇങ്ങനെ പകർന്നുകൊണ്ടിരിക്കുക. So now he comes before into the presence of God and continuously pours out his heart. എന്താണ് താൻ പറയുന്നത്? യഹോവേ എന്റെ പ്രാർത്ഥനയെ നീ കേൾക്കണമേ. What is he saying over there? And this is what he's saying, hear my prayer, O God. ദൈവമേ എന്റെ നിലവിളിയെ നീ ശ്രദ്ധിക്കണമേ. Oh Lord, hear my cry. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ക്ഷീണിച്ചിരിക്കുമ്പോൾ, സങ്കടം നിറഞ്ഞിരിക്കുമ്പോൾ നമുക്ക് ദൈവസന്നിധിയിലേക്ക് അടുത്ത് വന്ന് നമ്മുടെ വിഷയങ്ങളെ നമ്മുടെ ദൈവത്തോട് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ അതിനകത്തൊരു വിടുതൽ ദൈവം നൽകി തരും. So whenever our heart is weak and we are filled with worries and troubles, when we go to the presence of God, God will truly give an answer. നമ്മൾ ദൈവവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു ഹന്നയെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. When we study the word of God, we can see a biblical character named Hannah. ഈ ഹന്നയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, And when we study about Hannah, ആ ഹന്നയുടെ ജീവിതത്തിൽ പരമാവധി സങ്കടം അനുഭവിച്ച ഒരു സ്ത്രീയായിരുന്നു. we can see that she's one who experienced great sorrow in her life. ഏലി പുരോഹിതനും അത് മനസ്സിലാകുന്നില്ല. And we can see that even the priest Eli was not able to recognize it. കാരണം അവൾ ദൈവാലയത്തിലേക്ക് വന്ന് ഹല്ലേലൂയ തന്റെ ഹല്ലേലൂയ ചുണ്ടുകൾ ഹല്ലേലൂയ ഇങ്ങനെ ചെറുതായിട്ട് അനക്കി വിതുമ്പി കരയുന്ന ഒരു ഹന്നയാണ് നമുക്ക് കാണുവാനായിട്ട് And we കഴിയുന്നത്. can see a Hannah who comes to the temple of God and is praying because of great anguish. കാരണം പ്രാർത്ഥനയ്ക്ക് ശബ്ദമില്ല, പ്രാർത്ഥനയ്ക്ക് ഭാഷയില്ല. This is because prayer doesn't have a particular language, it doesn't have a special sound to it. എന്നാൽ നമ്മുടെ വ്യസനത്തിന്റെ ആധിക്യത്തിൽ നമ്മൾ കഴിക്കുന്നതായിട്ടുള്ള പ്രാർത്ഥനകൾ ഇതുപോലെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. So we should always recognize that our prayer, that is when it is from anguish, it's often similar to Hannah's prayer. അതിന് ഭാഷയും ശബ്ദവും ഉണ്ടായിരിക്കത്തില്ല. I mean, it may not have a language or neither is it audible. അതാണ് ആലയത്തിൽ കടന്നു വന്ന ഹന്ന ചെയ്തുകൊണ്ടിരുന്നത്. So we can see that is what Hannah is doing over there. അപ്പോൾ ക്ഷീണിച്ചിട്ട് തന്നെ സങ്കടത്തെ ദൈവസന്നിധിയിൽ പകരുമ്പോൾ, So when you are weak in heart and when you pour out your matters to God, പ്രൈസ് ഗോഡ്, നമ്മുടെ ജീവിതത്തിൽ വിടുതൽ ലഭിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥനയിൽ കൂടെ മാത്രമേ അതിന് നമുക്ക് വിടുതൽ കണ്ടെത്തുവാനായിട്ട് കഴിയത്തുള്ളൂ. So then the question is, how will I experience a deliverance from my situations? It's only through prayer. അതുകൊണ്ടാണ് 102-ാം സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത്, എന്റെ പ്രാർത്ഥന നീ കേൾക്കണം, എന്റെ നിലവിളി തിരുസന്നിധിയിലേക്ക് വരണം. And that is why the psalmist is saying, hear my prayer, O God, and let my cry come unto you. നമ്മൾ ദൈവത്തിന്റെ വചനത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു യോനയെ നമുക്ക് കാണുവാനായിട്ട് And കഴിയുന്നുണ്ട്. when we come to the word of God, we see another character named Jonah. യോനയുടെ പുസ്തകം 2:7 നമുക്കത് കാണുവാനായിട്ട് And we കഴിയുന്നത്. can see that mentioned in Jonah chapter 2 verse 7. അവിടെ യോന പറയുന്നത്, എന്റെ പ്രാണൻ എന്റെ ഉള്ളിൽ ക്ഷീണിച്ചു പോയപ്പോൾ ഞാൻ യഹോവയെ ഓർത്തു, എന്റെ പ്രാർത്ഥന നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്റെ അടുക്കലെത്തി. And chapter 2 verse 2, he's saying, I cried out to the Lord because of my affliction and he answered me. പ്രശ്നമുണ്ടായപ്പോൾ ജോന പറയുകയാണ്, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. So when he was faced with trouble, Jonah is saying that I prayed out to God.
അപ്പോൾ ഇന്ന് രാവിലെ സമയം നമ്മൾ മനസ്സിലാക്കേണ്ടത്, So what we should understand today morning is പ്രാർത്ഥനയിലേക്ക് അല്ലെങ്കിൽ ജീവിതത്തിലെ പ്രശ്നങ്ങളുമായി നാം ദൈവസന്നിധിയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അല്പം കണ്ണുനീർ ഒഴുക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കഴിയണം. I mean, whenever we come to the presence of God with troubles, we should be able to shed some tears in the presence of God. ചിലരുടെ കണ്ണ് കുത്തിപ്പൊട്ടിച്ചാലും കണ്ണുനീർ I വരത്തില്ല. mean, for some people, even if you poke their eyes, they're not going to have tears from coming out. എന്നാൽ തീവ്രമായ പ്രതിസന്ധിയുടെ നടുവിൽ നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ അറിയാതെ നമ്മൾ കരഞ്ഞു പോകുന്നവരാ. But each and every one of us are people. When we experience great anguish, we are people unknowingly, we will start crying. ഇന്ന് രാവിലെ സമയം നമുക്ക് രക്ഷപ്പെടുവാനുള്ള വേറൊരു മാർഗം എന്തെന്ന് ചോദിച്ചാൽ, So if there is any way for us to escape from these troubles and challenges, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കേൾക്കുന്നതായ വചനങ്ങൾ ദൈവ ശബ്ദങ്ങളായിട്ട് നമ്മൾ തിരിച്ചറിയണം. I mean, we should be able to recognize that everything that we hear from the sermon and the word of God is a word from God for us. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന എല്ലാ റിപ്പോർട്ടുകളും നമുക്ക് നെഗറ്റീവായിട്ട് നമുക്ക് തോന്നുമ്പോൾ, Even when we are surrounded and constantly hearing negative reports, എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ ഒരു വാഗ്ദത്തം ദൈവം നമുക്ക് നൽകി തന്നിട്ടുണ്ടോ? ആ വാഗ്ദത്തത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അതിൽ നമ്മൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുക. the Holy Spirit is reminding us that in midst of negative situations, try to bring to mind all of the promises that God has told to you. നമുക്കൊരു അബ്രഹാമിനെ അറിയാം. അബ്രഹാം വിശ്വാസത്തിൽ താൻ ക്ഷീണിച്ചില്ല. I mean, we all are aware of a character named Abraham, and he didn't weaken himself in faith. അബ്രഹാമിന്റെ ജീവിതം നമ്മൾ പഠിക്കുമ്പോൾ ഒരു ഹോപ്പ്ലെസ് സിറ്റുവേഷൻ ആണ്. And when we study the life of Abraham, we see that he was experiencing a hopeless situation. എന്നാൽ ദൈവം അബ്രഹാമിനോട് പറഞ്ഞ ഒരു വാഗ്ദത്തമുണ്ട്. But there is a promise that God told Abraham. പ്രൈസ് ഗോഡ്. ആ വാഗ്ദത്തത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ അബ്രഹാം ആശ്രയിച്ചപ്പോൾ, വിശ്വസിച്ചപ്പോൾ അവരുടെ ജീവിതത്തിൽ ക്ഷീണം ഉണ്ടാവുവാനായിട്ടിടയായില്ല. But we can see that Abraham strengthens himself in faith, trusting in the promises. എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്തത്തെ ദൈവം നിവർത്തിക്കുക തന്നെ ജീവിതത്തിൽ ചെയ്യും. Dear brothers and sisters, if God has told you a promise and given you a word, he will bring it to pass. കാരണം വ്യാജം പറയുവാൻ ദൈവം മനുഷ്യനല്ല. Because God is not a man that he will lie. താൻ അരുളി ചെയ്തത് നിവർത്തികരിക്കുന്ന ദൈവമാണ്. I mean, he's a God that will bring to pass what he has promised. കാരണം അവ അനുഭവിക്കുവാൻ മനുഷ്യപുത്രനല്ല. And he's not a God, he's not a man that he will relent. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ ലേഖനം 1:20 വായിക്കുമ്പോൾ, That is why when we read 2 Corinthians chapter 1 verse 20, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ ഉവ്വ് എന്നാണ്. I mean, for all the promises of God in him are yes and yes alone. അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് ഹല്ലേലൂയ മഹത്വം ഉണ്ടാകുമാറ് അവനിൽ ആമേൻ എന്നുമാകുന്നു. And so that God alone may be glorified in him is amen and amen. ഇന്ന് രാവിലെ സമയം ദൈവത്തിൽ നമ്മൾ ധൈര്യപ്പെടുക. I mean, today morning let us strengthen ourselves in God. പ്രാർത്ഥനാ മുറിയിൽ നാം ധൈര്യപ്പെടുക. Let us be strengthened in our prayer rooms. ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തത്തിൽ ധൈര്യപ്പെടുക. I mean, be strengthened in the promises and the word that God has given. അതുകൊണ്ടാണ് ആവർത്തന പുസ്തകത്തിൽ നമുക്ക് ഇങ്ങനെ കാണുവാനായിട്ട് കഴിയുന്നത്. And for the very reason, when we go to the book of Deuteronomy, 32-ാം അധ്യായം 4-ാം വാക്യം, chapter 32 verse 4, അവൻ പാറ അവന്റെ പ്രവൃത്തി അത്യുത്തമം. I mean, he is the rock and his work is perfect. അവന്റെ വഴികളൊക്കെയും ന്യായം. For all his ways are justice. അവൻ വിശ്വസ്തതയുള്ള ദൈവം. I mean, he's a God of truth. അവൻ വ്യാജമില്ലാത്തവനാണ്. And he's a God without injustice. നേരും നീതിയും ഉള്ളവനാണ്. I mean, he's one who has righteousness and upright. He's 6 കാര്യങ്ങളാണ് അവിടെ we can പറഞ്ഞിരിക്കുന്നത്. see 6 characters of God. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പോരെ ധൈര്യം ജീവിതത്തിൽ വരുവാൻ? Is it not sufficient knowing that our God has all of these qualities? അപ്പൊ ദൈവത്തെ കുറിച്ചുള്ള ഒരു ബോധ്യം നമ്മുടെ ഉള്ളത്തിൽ ഈ ഈ രാവിലെ സമയം നമ്മുടെ ഉള്ളത്തിൽ വീഴണം. I mean, today morning we should have such a conviction of God in our hearts. Praise God. Hallelujah. Can we praise God? നമ്മളൊക്കെ അറിയാം ജോസഫിന്റെ ജീവിതം നമ്മൾ പഠിക്കുമ്പോൾ, When we study the life of Joseph, തന്റെ ജീവിതത്തിൽ ദൈവം തന്നോട് പറഞ്ഞതായിട്ടുള്ള
ആ വാഗ്ദത്തത്തിന്റെ ആ പൂർത്തീകരണം നടക്കുന്നതിന് മുമ്പായിട്ട് എന്തെല്ലാം അനുഭവങ്ങൾ കൂടാണ് ഈ ജോസഫ് തന്റെ ജീവിതത്തിൽ When we കടന്നുപോയത്. study the life of Joseph, we know that he had promises, and before he experienced promises, he went through a lot of troubles and difficulties. അവസാനം ഈ ജോസഫ് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. And finally, you can see Joseph say his own testimony. ഇത്രയുമൊക്കെ പ്രശ്നങ്ങളിൽ കൂടെ താൻ കടന്നുപോയെങ്കിലും, Even though I went through all of these troubles, ജോസഫ് തന്റെ സഹോദരന്മാരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. there is one statement that Joseph tells his own brothers. നിങ്ങൾ എനിക്ക് നേരെ ദോഷം വിചാരിച്ചു എങ്കിലും But as for you, you meant evil against me. Genesis 50:20. എന്റെ ദൈവം ഇന്നുള്ളതുപോലെ എനിക്ക് അത് ഗുണമാക്കി തീർത്തു. But God meant it for good. Hallelujah. നിങ്ങൾക്ക് എനിക്കെതിരെ ദോഷം വിചാരിച്ചുവെങ്കിലും, Even though you meant evil against me, ആ ദോഷത്തെ ഹല്ലേലൂയ എന്റെ ദൈവം എന്റെ ജീവിതത്തിൽ അത് നന്മയാക്കി തീർത്തു എന്നാണ് ജോസഫ് ഹല്ലേലൂയ പറഞ്ഞിരിക്കുന്നത്. and Joseph says as his testimony that all of the evil that was planned against me, God flipped it around and turned it for good. ഇന്ന് രാവിലെ സമയം ദൈവത്തിന്റെ പ്രവൃത്തികളെല്ലാം ഒരു സൂപ്പർ നാച്ചുറൽ പ്രവർത്തനമാണ് ദൈവം ഓരോരുത്തരുടെ ജീവിതത്തിൽ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം. And all of us should understand that every work that God does in our life is a supernatural act. Praise God. Hallelujah. റോമാലേഖനം 11-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, When we come to the book of Romans, അവിടെ അപ്പോസ്തലനായ പൗലോസ് ഒരു പ്രത്യേകമായിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. I mean Romans 11, Paul is mentioning a certain thing there. അവിടെ ഇങ്ങനെയാണ് പറഞ്ഞത്, കാട്ടൊലിവിന്റെ ശാഖയെ വെട്ടിയെടുത്ത് നാട്ടൊലിവിന്റെ ശാഖയോട് ഒട്ടിച്ചു എന്ന് കാണുവാനായിട്ട് കഴിയുന്നു. I mean, so we can see that God takes a branch of the wild tree and puts it onto the natural olive tree. ശരിക്കും ഒരു ബഡിങ് ആണ് അവിടെ നടന്നത്. And what truly happened is there is a process of budding. കാട്ടൊലിവിനോട് ഹല്ലേലൂയ നല്ല ഒലിവിനോട് അതിനെ ബഡ് ചെയ്തു. So we can see that there's a process of grafting that's happening where the wild olive is grafted with the olive tree. എന്നാൽ ഈ ബഡിങ്ങിന്റെ തിയറി അനുസരിച്ച് കിളുക്കേണ്ടത് കാട്ടൊലിവാണ്. I mean, and based on the theory behind its growth, it should bear a wild olive. എന്നാൽ ഈ ബഡിങ്ങിന്റെ തിയറിക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ് അവിടെ പ്രവർത്തിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് And കഴിയുന്നു. now we can see that the things that work over there work against the normal principle of grafting. ഇന്ന് രാവിലെ സമയം നിങ്ങളുടെ പ്രശ്നങ്ങളെ പ്രാർത്ഥന മുറിക്കകത്ത് കൊണ്ട് ചെല്ലുമ്പോൾ ദൈവം എനിക്ക് നിങ്ങൾക്കും സൂപ്പർ നാച്ചുറലായിട്ട് ആ പ്രശ്നത്തെ കൈകാര്യം ചെയ്യുന്ന ഇന്ന് രാവിലെ സമയം ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ ഓർപ്പിക്കുക. The Spirit of the Lord is reminding us that if you are willing to take the challenges into your prayer room, God will deal with it in a supernatural manner. Hallelujah. ഇന്ന് രാവിലെ സമയം നമുക്ക് ദൈവത്തോട് പറയാം, ദൈവമേ എനിക്കൊരു ഡിവൈൻ ടച്ച് അവിടെ സന്നിധിയിൽ നിന്നും എനിക്ക് ആവശ്യം. Can we all have a personal prayer to God saying, Lord, I need a divine touch? Jesus. ദൈവത്തിന്റെ ആത്മാവ് ഈ രാവിലെ സമയം ചിലരെ തൊടട്ടെ. Let the Spirit of the Lord touch certain beings over here. എത്ര പേർക്ക് പറയുവാനായിട്ട് കഴിയും, ദൈവമേ ഒരു ഡിവൈൻ ടച്ച് എനിക്ക് ഇന്ന് രാവിലെ ആവശ്യം. How many of us are willing to tell to the Lord, Lord, I need a divine touch? ഞാനും നിങ്ങൾ ഒരു ആത്മീയനാണെങ്കിൽ ആത്മീയനോട് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കണം. I mean, if me and you are a spiritual person, let the spiritual person talk to the spiritual. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത്, എന്റെ ആത്മാവേ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നതെന്ത്. And that is why we see the psalmist saying, is he speaks to himself and saying, oh my soul, why are you weary? Why are you downcast? നീ ദൈവത്തിൽ പ്രത്യാശ വെക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. And the word of God reminds us that we need to put our hope in God. ദൈവത്തിൽ നമ്മൾ പ്രത്യാശ വെച്ച് കഴിഞ്ഞാൽ
When once we put our hope in God, ദൈവം നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങളെ മാറ്റിമറിക്കുമെന്ന് കാണുവാനായിട്ട് we കഴിയുന്നു. can see that God will turn our situations around. ഇന്ന് രാവിലെ സമയം നിങ്ങൾ ഏതെങ്കിലും വിധത്തിലുള്ള പ്രശ്നങ്ങൾ കൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ, Today morning, if you are one person who's going through any kind of trouble or challenges, നിങ്ങളുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളെ മാറ്റുവാൻ ദൈവം വിശ്വസ്തനാണ്. God is able to change the circumstances around, and He's faithful to do that. ഇന്ന് പകൽക്കാലം ഒരു ദൈവിക സ്പർശനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. Today morning, let's experience a godly touch in our lives. ദൈവമക്കളോട് അവസാനമായിട്ട് ഓർപ്പിക്കുവാനുള്ളത്, What I want to finally remind all of you believers is, നമ്മൾ ക്ഷീണിക്കാതെ ദൈവത്തിൽ നമ്മൾ ധൈര്യപ്പെടുന്നവരായിരിക്കും. let us not be discouraged, but rather be strengthened in God. Praise God. ക്ഷീണിക്കാതെ ദൈവത്തിൽ ധൈര്യപ്പെടുന്നവരായിരിക്കണം. Let us not be weary, but rather strengthen ourselves in God. Praise God. Hallelujah. Praise God. ദൈവ സാന്നിധ്യത്തിൽ നമുക്ക് ധൈര്യപ്പെടുവാനായിട്ട് കഴിയണം. We should be able to trust in the presence of God. പ്രാർത്ഥനാ മുറിയിൽ നമുക്ക് ധൈര്യപ്പെടുവാനായിട്ട് കഴിയണം. We should be able to be strengthened in the prayer room. ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിൽ നമുക്ക് ധൈര്യപ്പെടുവാനായിട്ട് കഴിയണം. We should be strengthened by the promises that God has given us. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ക്ഷീണിക്കാതെ ദൈവത്തിൽ ധൈര്യപ്പെടുവാനായിട്ട് കഴിയും. And in each and every one of our life, we should be able to strengthen ourselves in God. നമ്മൾ വായിച്ച ദൈവവചനത്തിലേക്ക് കടന്നു വരട്ടെ. Coming back to the theme verse that we read in the beginning. അതിന്റെ ഒന്നാമത്തെ വാക്യം 61 സങ്കീർത്തനം 1 വാക്യം, ദൈവമേ എന്റെ നിലവിളി നീ കേൾക്കണമേ. 61 verse 1, hear my cry, O God. എന്റെ പ്രാർത്ഥന നീ ശ്രദ്ധിക്കണമേ. Attend to my prayer. എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ, When my heart is overwhelmed, ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ I വിളിച്ചപേക്ഷിക്കുന്നു. cry out to you from the ends of the earth. എനിക്ക് അത്യുന്നതമായ പാറയിലേക്ക് നീ എന്നെ Lead നടത്തണം. me to the rock that is higher than I. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കുമോ? Can we close our eyes for a brief moment? ഒരു നിമിഷം നമ്മൾ കേട്ട ദൈവവചനത്തെ നിങ്ങളുടെ ഹൃദയത്തിൽ ഒന്ന് ഓർത്താട്ടെ. Can you bring to mind the word that you heard today morning? നിങ്ങൾ ക്ഷീണിച്ചിരിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ If you are weak in heart, ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നു. this is what the word of the Lord is reminding us. ദൈവത്തിന്റെ വചനത്തിൽ ധൈര്യപ്പെടുവാനായിട്ട് നമുക്ക് കഴിയണം. He is encouraging us to be strengthened in the word of God. ഈ ലോകത്തിലെ സാഹചര്യങ്ങളെല്ലാം നമുക്ക് എതിരായിരിക്കുമ്പോൾ, When all of the situations around us stand against us, ലോകം മുഴുവനും ഒരു അസ്വസ്ഥതയിൽ കൂടെ കടന്നു പോകുമ്പോൾ, and when the world is going through a time of unrest, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവവേദനെ ആശ്വസിപ്പാനായിട്ട് കഴിയും. a child of God in midst of such circumstances has reason to find comfort and peace. ദൈവവചനത്തിൽ കൂടെ ആശ്വാസം കണ്ടെത്തുവാനായിട്ട് കഴിയും. And he is able to find comfort through the word of God. കർത്താവ് പറഞ്ഞു, ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, God reminds us that we have troubles in this life. എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. But Jesus encourages us and reminds us saying, be encouraged because I have overcome the world. ക്രിസ്തുവിന്റെ സമാധാനം നമ്മുടെ ഉള്ളത്തിൽ വാഴട്ടെ. Let the peace of Christ reign in our lives. സകല ബുദ്ധിയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം And the peace of God which supersedes all understanding. നമ്മുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. Let it guard our hearts and mind in Christ Jesus. നമ്മുടെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ, When our heart grows weary, ഭൂമിയുടെ അറ്റത്ത് നിന്ന് നമുക്ക് വിളിച്ചപേക്ഷിപ്പാനായിട്ട് കഴിയണം. we should be able to call out to God. നമ്മുടെ പ്രശ്നങ്ങളുടെ നടുവിൽ ഹല്ലേലൂയ നമുക്കൊരു പ്രാർത്ഥന മുറി ഉണ്ടായിരിക്കും. In midst of our troubles, we should have a prayer room to run to. ആ പ്രാർത്ഥന റൂമിലേക്ക് കടന്ന് ഡോർ അടച്ച് ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിലെ സകല കാര്യങ്ങളും നന്നായി അറിയുന്ന ആ കർത്താവിനോടുള്ള കമ്മ്യൂണിക്കേഷൻ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകണം. And we should be people that in midst of challenges should be able to go into the prayer room, close the door and pour out your heart to God. കർത്താവേ, നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഒരു പ്രാവശ്യം കൂടെ താഴ്ത്തുന്നു. Lord, we give ourselves unto your hands, O God. ഞങ്ങളെ കേൾപ്പിച്ച അവിടുത്തെ വചനത്തിനായി സ്തോത്രം. Thank you, God, for speaking to us through your word. കർത്താവേ, വചനത്തിൽ കൂടുതൽ വിടുതൽ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകണം. Lord, give us a deliverance through your word. അതാണല്ലോ കർത്താവേ ഞങ്ങളെ മുമ്പോട്ട് നയിക്കുന്നത്. And Lord, it is that alone that helps us to move forward. ഈ ആലയത്തിൽ കടന്നു വന്നിരിക്കുന്ന ഓരോ മക്കളെയും ദൈവമേ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. Lord, we give each and every person that's gathered over here in the church. അവരുടെ ജീവിതത്തിലെ അവസ്ഥകൾ എന്തെന്ന് നീ അവിടുന്ന് അറിയുന്നതിനായി സ്തോത്രം. Lord, I thank you, God, because you know each and every one of their situations. നീ അവരുടെ ഉള്ളങ്ങളെ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ. Oh Lord, I pray that you would give them comfort.
നിന്റെ ആത്മാവ് തുടർന്ന് ഞങ്ങളെ സഹായിച്ചാട്ടെ. Oh Lord, let your Spirit continue to lead us. തിരുക്കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. We give ourselves into your hands, O Lord. മഹത്വം അവിടുന്ന് എടുക്കും. O Lord, be glorified. യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. We ask all of this in the name of our Lord and Savior Praise Jesus God. Christ. ദൈവം നമ്മെ വീണ്ടും അവിടുന്ന് സഹായിക്കുമാറാകട്ടെ. May the Lord continue to strengthen us. നമ്മുടെ മധ്യത്തിൽ കർത്താവിന്റെ മേശയുണ്ടല്ലോ. May we have the Lord's table in midst before us. Praise God. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിന്റെ മേശയിലേക്ക് നമ്മൾ അടുത്തു വരുമ്പോൾ When we come to near the Lord's table, ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. there are certain things that we have to bring to mind and remind ourselves. കഴിഞ്ഞ ആഴ്ച 7 days നമുക്ക് ഫാസ്റ്റിംഗ് പ്രേയറിലായിരിക്കാൻ ദൈവം സഹായിച്ചല്ലോ. Over the past week, God gave us as a church to be in fasting and prayer. ദൈവം വ്യത്യസ്തമായ രീതിയിൽ നമ്മുടെ ഉള്ളങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നു. And God has been dealing with us, speaking to us in various ways. പല വിഷയങ്ങൾ ഓർത്ത് പ്രാർത്ഥിപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകി. God gave us the grace to pray for various matters. പ്രൈസ്. ദൈവവചനത്തിൽ നിന്ന് കേൾക്കുവാനെല്ലാം ദൈവം കൃപ നൽകി. And God gave us the grace to hear from the word of God. നമ്മൾ ഹല്ലേലൂയ ആരാധനയ്ക്ക് ശേഷം ഹല്ലേലൂയ ഈ കർത്താവിന്റെ മേശയോട് നമ്മൾ അടുത്ത് വരുവാനായിട്ട് പോവുകയാണ്. Now we are going to approach the Lord's table. ഈ കർത്താവിന്റെ മേശയിലേക്ക് നമ്മൾ അടുത്ത് വരുമ്പോൾ When we come near the Lord's table, നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. we have to remember certain things. പുതിയ നിയമസഭയ്ക്ക് ദൈവം നൽകിയിരിക്കുന്ന 2 കർമ്മിക ശുശ്രൂഷകളാണ് ബാപ്റ്റിസവും കർത്തൃമേശയും. We have to remember that God has given 2 ordinances to the New Testament church. ബാപ്റ്റിസം എന്ന് പറഞ്ഞാൽ അഡൽട്ട് ബാപ്റ്റിസമാണ് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നത്. And the number 1 ordinance is the adult baptism. പ്രൈസ് ഗോഡ്. ഇവിടെ ചൈൽഡ് ബാപ്റ്റിസത്തിന് യാതൊരു പ്രശസ്തിയും ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് We don't കഴിയും. see a scriptural basis for infant baptism. ബാപ്റ്റിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിൻ്റെ മരണ അടക്ക പുനരുത്ഥാനത്തോടെ ഏകീഭവിക്കുന്ന വെള്ളത്തിൽ മുങ്ങിയുള്ള ജലസ്നാനം, അതാണ് ബാപ്റ്റിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. What does it mean by baptism? It means uniting with the death, burial and resurrection of the Lord Jesus Christ. രണ്ടാമതായിട്ട് കർത്താവ് പറഞ്ഞിരിക്കുന്നത് കർത്തൃമേശ, ലോർഡ്സ് ടേബിൾ നിന്ന്. The second ordinance that Jesus has given the church is the Lord's table. ഈ ലോർഡ്സ് ടേബിൾ നമ്മളോട് വിളിച്ചറിയിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. There are certain truths that this Lord's table echoes. അത് എന്താണെന്ന് ചോദിച്ചാൽ, And if you ask what those truths are, കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി പരമ യാഗമായി തീർന്ന കർത്താവിനെ ഓർക്കുന്ന ഒരു ശുശ്രൂഷയാണ്. and this is a service that reminds us of what the sacrifice that the Lord Jesus did on the cross for us. ഈ മേശമേൽ അപ്പവും വീഞ്ഞും ഇരിപ്പുണ്ട്. ഇതിന് യാതൊരു രൂപാന്തരവും ഉണ്ടാകുന്നില്ല. There's bread on the table, there's wine on the table. It doesn't experience any transformation. അത് അപ്പമായിട്ട് തന്നെ ഇരിക്കുന്നു, അത് വീഞ്ഞായിട്ട് തന്നെ It ഇരിക്കുന്നു. remains as a bread and it remains as a wine. കർത്താവ് പറഞ്ഞു, നിങ്ങളിത് ഇതിനകത്ത് ഓഹരിക്കാരാകുമ്പോൾ, And this is what the Lord Jesus has said, when you are a partaker of the Lord's table, കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണത്തെ ഓർത്തുകൊണ്ട് വേണം നമ്മൾ ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രം നിന്ന് കുടിക്കുകയും ചെയ്യും. and he tells, when you are a partaker of the Lord's table, do this in remembrance of me. അപ്പോൾ ഈ മേശ നമ്മൾ ആചരിക്കുമ്പോൾ, So when we celebrate the Lord's table, കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി തകരപ്പെട്ട നമ്മുടെ കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളെയും, we should remind ourselves of the suffering that the Lord Jesus experienced. കാൽവറി നമുക്ക് വേണ്ടി ഒഴുക്കപ്പെട്ട നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്തെയും, Similarly, remind ourselves of the blood that he shed for us. നമുക്ക് വേണ്ടി നുറുക്കപ്പെട്ട കർത്താവിന്റെ ശരീരത്തെയും, And along with it, remind ourselves the broken body that was broken for us. വിളിച്ചു പറയുന്ന അതിശ്രേഷ്ഠമായ ഒരു ശുശ്രൂഷയാണ് കർത്താവിന്റെ മേശ എന്ന് പറയുന്നത്. All of these truths are echoed and voiced in the Lord's table. അപ്പൊ കർത്താവിന്റെ ഹല്ലേലൂയ കഷ്ടാനുഭവത്തെ ഓർത്തുകൊണ്ട് വേണം നമ്മൾ ഇതിൽ ഓഹരിക്കാരായി തീരണം. So when we take part in the Lord's table, we shall bring to mind the sacrifices and the sufferings that the Lord Jesus experienced. അതുകൊണ്ട് നമ്മൾ ഈ മേശയോട് അടുത്ത് വരുമ്പോൾ So when we come near the Lord's table, ഒരു സ്വയം ശോധനയ്ക്ക് നമ്മൾ വിധേയരാകണം. we should be people that examine ourselves. നമ്മെ ഓരോരുത്തരെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവരി മരണത്താലാണ് നമ്മെ ഓരോരുത്തരെയും ഒന്നാക്കി തീർത്തത്. So it is through the death on the cross that God has made us one with him. 1 കൊരിന്ത്യർ ലേഖനം 10:17 നമ്മൾ വായിക്കുമ്പോൾ, When we read 1 Corinthians chapter 10 verse 17, അപ്പം ഒന്നാകൊണ്ട് just as the bread is one, പലരായ നാം ഒരു ശരീരമാകുന്നു. we are all who are separate, we all are one through the bread. നാം എല്ലാവരും ആ ഒരേ അപ്പത്തിന്റെ അംശികളാകുന്നു. For we all are partakers of that one bread.
1 കൊരിന്ത്യർ ലേഖനം 11:26 വായിക്കുമ്പോൾ 11:26, നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. And 1 Corinthians 11:26 says, for as often as you eat this bread and drink this cup, you proclaim the Lord's death till he comes. അപ്പോൾ ഈ കർത്താവിൻ്റെ മേശയിൽ നമ്മൾ ഭാവാക്കായി തീരുമ്പോൾ, So today as you partake in the Lord's table, ഓരോ പ്രാവശ്യം ഈ കർത്താവിൻ്റെ മേശയോട് നമ്മൾ അടുത്തു വരുമ്പോൾ, and each and every time when we approach the Lord's table, ഓരോ പ്രാവശ്യം ഈ കർത്തൃമേശ എടുക്കുമ്പോൾ മൗനമായി നമ്മളോട് നമ്മുടെ ഉള്ളത്തോട് സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ കർത്താവ് വരും. I mean, there's one thing that we are constantly reminding ourselves when we take part in the Lord's table is our Lord will return. അതുകൊണ്ടാണ് നിങ്ങൾ ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. And that is why this is a ministry, this is a service that reminds us of the Lord's coming as long as you take part in the bread and the cup. കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ കർത്താവ് തന്നെയാണ് ഇത് ആദ്യം എസ്റ്റാബ്ലിഷ് ചെയ്തത്. And this Lord's table was first established by the Lord Jesus himself in his earthly life. അതിനുശേഷം പത്രോസിന്റെ പ്രസംഗത്തിൽ, I mean, after that we see Peter preaching. പത്രോസ് ദൈവവചനത്തിൽ കൂടെ ജനത്തോട്, അന്ന് കടന്നു വന്ന ജനത്തോട് സംസാരിക്കുവാനായിട്ട് We ഇടയായി. can see that Peter speaks from the scripture to the people that gathered over there on the day of Pentecost. കേട്ട വചനം അവരുടെ ഹൃദയത്തിൽ കുത്തുകൊള്ളുവാനായിട്ട് We ഇടയായി. can see that the word that they heard convicted them of their sin. അപ്പോൾ അവർ പത്രോസിനോട് ചോദിക്കുകയാണ്, രക്ഷ പ്രാപിക്കുവാനായിട്ട് ഞങ്ങൾ എന്ത് ചെയ്യണം? So and we can see that the people over there hearing the sermon asked Peter, what shall we do to be saved? അതിന് പത്രോസ് ഒന്നാമതായിട്ട് അവരോട് പറഞ്ഞത്, And the first thing that Peter tells the people over there is, നിങ്ങൾ മാനസാന്തരപ്പെടണം. I mean, repent. 2, നിങ്ങൾ സ്നാനപ്പെടണം. I mean, number 2, you need to get baptized. 3, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. Number 3, you need to receive the Holy Spirit. 4, നിങ്ങൾ And വേർപാടാചരിക്കണം. number 4, you need to experience a separation. 5, നിങ്ങൾ വിശുദ്ധ ജീവിതം നയിക്കണം. Number 5, you need to live a holy life. 6, നിങ്ങൾ അപ്പം നുറുക്കണം. Number 6, you need to break the bread. 7, നിങ്ങൾ കൂട്ടായ്മയെ And ആചരിക്കണം. number 7, you need to experience a fellowship. ഈ 7 കാര്യങ്ങളാണ് ദൈവസഭയുടെ അടിസ്ഥാന ഉപദേശങ്ങൾ എന്ന് And these പറയുന്നത്. 7 things are the basis of a true church. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്നാൽ അതിനുശേഷം അപ്പോസ്തലനായ പൗലോസാണ് ഇതിനെക്കുറിച്ച് കൂടുതലായി ദൈവജനത്തിന് ഹല്ലേലൂയ കാര്യങ്ങൾ വെളിപ്പെടുത്തി And തന്നിരിക്കുന്നത്. now we can see after Apostle Peter, it is Apostle Paul who does an expository teaching on it. 1 കൊരിന്ത്യർ 11:23 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, When we read 1 Corinthians chapter 11 verse 23 onwards, അവിടെ പൗലോസ് പറഞ്ഞിരിക്കുന്നു, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും this is what he says, for I received from the Lord നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ, that which I also delivered to you. കർത്താവായ യേശു ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്തു, സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീനെന്ന് പറഞ്ഞു. And the Lord Jesus, on the night he was betrayed, he took the bread and having given thanks, he broke it and said, take, eat, this is my body which is broken for you. Do this in അവൻ തന്നെ remembrance of അത്താഴം me. കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്തു. In the same manner, he also, after the supper, he took the cup. ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു. This cup is the new covenant in my blood. ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞു. This do as often as you drink, do it in remembrance of me. അതുകൊണ്ട് അയോഗ്യമായിട്ട് ആരും ഈ മേശയിൽ പങ്കാളികളാകരുത്. And for this very reason, let no one stretch their hands on the Lord's table without in an unqualified manner. പത്രോസ് തന്റെ പ്രസംഗത്തിൽ അതിനുള്ള യോഗ്യതയെക്കുറിച്ച് പത്രോസ് പ്രസ്താവിച്ചു. We can see that Peter explains all of this during his sermon. നാം ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ So when we come to the presence of God, ഒരു കുറ്റമില്ലാത്ത മനസ്സാക്ഷി നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകും. we should be people that have a clear conscience when we come to the Lord. നമ്മൾ തന്നെത്താൻ നമ്മൾ ശോധന ചെയ്യും. We should be people that examine ourselves. നമ്മൾ തന്നെത്താൻ നമ്മളെ തന്നെ നമ്മൾ വിധിക്കണം. We should be people that pass a judgment on ourselves. പ്രൈസ് ഗോഡ്. എന്താണ് നമ്മൾ വിവേചിക്കേണ്ടത്? What should we discern? കർത്താവിന്റെ ശരീരം എനിക്കായി നുറുക്കപ്പെട്ടു. We should bring to mind that the Lord's body was broken for me. അവന്റെ രക്തം എനിക്ക് വേണ്ടി ഒഴുക്കപ്പെട്ടു. And he shed his blood for me. എന്ന് ഹൃദയത്തിൽ നമ്മൾ ധ്യാനിക്കണം. And we should meditate on this truth. Praise God.
നാം നമ്മെ തന്നെ വിധിക്കുന്നില്ല എങ്കിൽ And if we are not able to discern ourselves, കർത്താവ് നമ്മെ വിധിക്കും എന്ന് നമ്മൾ മറന്നു പോകും. and the word of God says that if we do not judge ourselves, we ourselves will be judged. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ And കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവൻ എല്ലാം for he who eats and drinks in an unworthy manner, തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ and who takes part in the Lord's table in an unworthy manner, ശരീരത്തെ വിവേചിക്കാതെ ഇരുന്നാൽ and also does not discern the Lord's body, തനിക്ക് തന്നെ ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. such a person brings judgment unto himself. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. And as a result of this, many become weak and sick and even also sleep. പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ ഈ മേശമേൽ ഹാലിൽ നമ്മൾ ഹാലിൽ കരം നീട്ടുന്നില്ല എങ്കിൽ, And if you do not stretch out hands onto the Lord's table with all worthiness. മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ പൗലോസ് നമ്മെ ഓർപ്പിക്കുന്നത്. Apostle Paul reminds us the consequences of stretching out in an unworthy manner. ഒന്ന്, നിങ്ങൾ ശരീരത്തിൽ ബലഹീനരായി തീരും. Number one, you could be weak in your body. നിങ്ങൾ രോഗികളായി തീരും. Number two, you could be sick in your body. മരണം വരെ And it സംഭവിക്കും. is possible that you may experience even death. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ഈ രാവിലെ സമയം നമ്മെ തന്നെ ദൈവസന്നിധിയിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് ഹല്ലേലൂയ നമ്മുടെ ഹൃദയത്തെ ഒന്ന് ശോധന ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഈ മേശ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരണം. And for this very reason, it is very crucial that we examine ourselves before we stretch our hands and partake in the Lord's table. Let this Lord's table be a blessing in our lives. ആർക്കാണ് ഇതിൽ പങ്കെടുക്കുവാനായിട്ട് കഴിയുന്നത്? Who is allowed to take part in the Lord's table? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് To one who has been saved, experienced salvation and baptized, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവർക്കും and those who have received the Holy Spirit, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർ, and those who are waiting for the anointing and the baptism of the Holy Spirit, ജീവിതത്തിൽ ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്നവർക്ക്, and to those who are living a holy life, ഈ കർത്താവിന്റെ മേശയിൽ നിന്ന് ഭാവക്കായി തീരുവാനുള്ള സാവകാശമുണ്ട്. all of these people can take part in the Lord's table. പ്രൈസ് ഗോഡ്. നമ്മൾ കർത്താവിന്റെ മേശയിലേക്ക് പ്രവേശിപ്പാനായിട്ട് പോവുകയാണ്. Now we're going to step into the Lord's table. ഈ കർത്താവിന്റെ മേശയിൽ നിന്ന് ഭാവക്കായി തീരുവാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർ ദയവായി ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുക. We request that all those who are ready to take part in the Lord's table, please stand on your places. At the cross where I first saw the light and the burden of my heart rolled away. It was there by faith I received my sight, and now I am happy all the day. At the cross, where I first saw the light, and the burden of my heart rolled away. It was there by faith I received my sight, and now I am happy all the day. ഒരു നിമിഷം നമ്മൾ നിൽക്കുന്ന നിൽപ്പിൽ ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. Can we take a moment in the place where we're standing and pray to God? കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങൾ കർത്താവ് മനഃപൂർവ്വമായി നമ്മളോട് ക്ഷമിച്ച് കാൽവറിലെ രക്തത്താൽ നമ്മെ ഓരോരുത്തരെയും കഴുകി ശുദ്ധീകരിക്കുന്നതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. Can we pray to God that God would cleanse us with our blood of the sins that we may have committed over the past week, and that God would allow give us for His forgiveness. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നു എങ്കിൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുകയാണ്. If there is someone who says that, oh, I do not have any sin in my life, then we are deceiving ourselves. Praise God, hallelujah. അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ രക്തം നമ്മുടെ സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. We can see from the word of God that the blood of Jesus Christ, His Son, cleanses us from all sin.
നാം നമ്മുടെ പാപങ്ങളെ ദൈവത്തോട് ഏറ്റുപറയുമ്പോൾ When we confess our sins to the Lord Jesus, അവൻ നമ്മുടെ പാപങ്ങളെ നമ്മളോട് ക്ഷമിച്ച് He is faithful to forgive our sins സകല അനീതിയും പോക്കി and cleanse us from all unrighteousness. നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കണം വിശ്വസ്തനും നീതിമാനുമാണ്. And this God is faithful to do that കാരണം അവന്റെ രക്തം നമ്മെ ഓരോരുത്തരെയും ശുദ്ധീകരിക്കുന്നു. because His blood cleanses us from all sins. കർത്താവേ, നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. Lord, we give ourselves into your hands, O God. ഈ മാസത്തിന്റെ അവസാന സമയത്തേക്ക് ഞങ്ങൾ അടുത്തു വന്നിരിക്കുന്നു. As we come to the last days of this month, അവിടുത്തെ മേശയോട് അടുത്ത് വരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകി തന്നല്ലോ. thank you, God, for giving us the grace to approach your Lord's table. കർത്താവേ, ഞങ്ങൾ ഈ മേശയോട് അടുത്ത് വരുമ്പോൾ Lord, as we approach this table, ഞങ്ങളുടെ ജീവിതത്തിലെ തെറ്റുകുറ്റങ്ങളെല്ലാം ഞങ്ങളോട് ക്ഷമിക്കണം. Lord, forgive all of our sins that we have committed. കാൽവരിലെ രക്തത്താൽ ഞങ്ങളെ കഴുകണം. Lord, cleanse us by the blood that you shed for us. ഈ മേശ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമാക്കി. Lord, let this table be a blessing in our lives. ഞങ്ങളെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. Lord, we give ourselves into your hands. പ്രാർത്ഥന കേട്ടതിനായി നന്ദിയോട് സ്തോത്രം. Thank you, God, for hearing our prayers. യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. In Jesus' name we pray.